Hi students, how are you? Today we are going to learn about EVS 8th chapter, A Treat for Mosquitoes. In this chapter, we can see some conversation between Rajat, Jaskirat, Aarti and Nancy. This chapter says that Rajat had been absent for many days for school because he had malaria and it is recognized by the blood test. Malaria spreads only by the disease carrying mosquitoes. ഈ ചാപ്റ്ററിൽ ജസ്കിരറ്റും രജത്ത് ആർത്തി ആൻഡ് നാൻസി ഇവർ തമ്മിലുള്ള സംഭാഷണമാണ് ആദ്യം കാണിച്ചിരിക്കുന്നത്. ആ സംഭാഷണത്തിലൂടെ രജത്തിന് എന്ത് അസുഖമായിരുന്നു, മലേറിയ ആയിരുന്നു മനസ്സിലാക്കി. മലേറിയ എങ്ങനെയാണ്, മലേറിയ ഉണ്ടോ ഇല്ലേ എന്നറിയാൻ ബ്ലഡ് ടെസ്റ്റിലൂടെയാണ് മലേറിയ ഉണ്ടോ ഇല്ലേ എന്ന് അറിയാം. ഇനി മലേറിയ പരത്തുന്നത് ഒരു തരം കൊതുകുകളാണ് എന്നും പറയുന്നു. അനീമിയ ഇസ് സ്പ്രെഡ് ഓൺലി ബൈ ദ ഫീമെയിൽ മോസ്കിറ്റോസ്, ദാറ്റ് ഈസ് അനോഫെലസ്. അനോഫെലസ് എന്ന് പറയുന്ന പെൺകൊതുകുകളാണ് മലേറിയ പരത്തുന്നത്. ഇൻ ദിസ് പിക്ചർ ഡോക്ടർ മറിയം ലുക്കിംഗ് അറ്റ് ദ ബ്ലഡ് സ്ലൈഡ് അണ്ടർ ദ മൈക്രോസ്കോപ്പ്. ദിസ് microscope makes things look 1,000 times bigger. The details inside the blood can be seen clearly. There are some microscopes which make things look even more bigger than this one. അപ്പോൾ നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു വസ്തുവിനെ അതിൻ്റെ 1000 മടങ്ങ് വലുതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ബ്ലഡ് ടെസ്റ്റൊക്കെ മൈക്രോസ്കോപ്പിലൂടെയാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് രക്തത്തിലുള്ള അണുക്കളെയൊക്കെ കൃത്യമായി ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. ആൻഡ് ദിസ് ഈസ് എ സാമ്പിൾ റിപ്പോർട്ട് of Rajat. Rajat has been 11 years old boy and he had malaria. This blood sample shows that he had malaria. This sample report says that he had malaria and the symptoms are fever with chills and rigors. From early times, the dried and powdered bark of the cinchona tree was used to make a medicine for malaria. Earlier, people used to boil the bark powder and strain the water which was given to the patients. Now tablets are made from this. സിങ്കോണ ട്രീയുടെ ബാർക്കിൽ നിന്നാണ് അത് പൊടിച്ച് അതിൽ നിന്നാണ് മലേറിയയ്ക്കുള്ള മരുന്ന് ഉണ്ടാക്കിയിരുന്നത്. ഇപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ടാബ്ലറ്റ്സ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് അനീമിയ. അനീമിയ ഈസ് എ ഡെഫിഷ്യൻസി ഡിസീസ് ദാറ്റ് ഡ്യൂ ടു ലാക്ക് ഓഫ് ഹീമോഗ്ലോബിൻ ഓർ അയൺ ഇൻ blood. This is a sample report of Aarti. She had anemia. This sample shows that she had anemia. 17 November 2007, thousands of children studying in the municipal corporation schools in Delhi suffer from anemia. This is affecting both their physical as well as mental health due to anemia. Children do not grow well and their energy levels are low. This also affects their ability to study properly. Now health checkups are being done in the schools and health cards are being made for all the children. Anemic children are also being given iron tablets. In 2007, ആയിരക്കണക്കിന് കുട്ടികൾ അനീമിയ ബാധിച്ച് മരിച്ചിട്ടുണ്ട്. മുനിസിപ്പൽ കോർപ്പറേഷൻ സ്കൂൾ പഠിക്കുന്ന ആയിരക്കണക്കിന് കുട്ടികൾക്ക് ഈ അനീമിയ ഉണ്ട് എന്നാണ് പറയുന്നത്. അവരുടെ എനർജി ലെവൽ കുറയും, അവരുടെ വളർച്ച മുരടിക്കും, അവർക്ക് അവരുടെ എബിലിറ്റിയെ, കഴിവിനെയൊക്കെ അത് നല്ല ബാധിക്കും. അപ്പോൾ അനീമിയ ബാധിച്ച കുട്ടികൾക്ക് അവർക്ക് അയൺ ടാബ്ലറ്റ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ പോഷകാഹാരക്കുറവ് നികത്താനാണ് ഇപ്പോൾ ഗവൺമെൻറ് സ്കൂളിലൊക്കെ ഭക്ഷണമൊക്കെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അവർക്ക് ഹെൽത്ത് കാർഡൊക്കെ അവർക്ക് കൊടുക്കുന്നു, പിന്നെ അയൺ ടാബ്ലറ്റ്സ് കൊടുക്കുന്നു. അപ്പോൾ ഈ അനീമിയ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ദെൻ ആർ യു ഇൻവൈറ്റിംഗ് മോസ്കിറ്റോസ്? ബിവെയർ, they spread malaria, dengue, chikungunya. Mosquitoes spreads not only the malaria but they spreads dengue and chikungunya. How can we prevent it? Don't let water collect around your house. Fill up the pits. Keep the water pots, coolers and tanks clean. They should be dried every week. Fish in the ponds so that they eat the mosquito larvae. Use mosquito nets to protect yourself. Spray kerosene if water has collected at
some place. അപ്പോൾ നമ്മളുടെ ചുറ്റും നമ്മുടെ വീടിൻ്റെയൊക്കെ ചുറ്റുഭാഗത്ത് വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക. കുഴികളിലൊക്കെ വെള്ളം നിറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുഴികളൊക്കെ എന്ത് ചെയ്യുക, ഫില്ലാക്കുക. പിന്നെ കീപ് വാട്ടർ പോട്ട്സ്, കൂളേഴ്സ് ആൻഡ് ടാങ്ക്സ് ക്ലീൻ. അപ്പോൾ വാട്ടർ പോട്ട്സോ കൂളേഴ്സോ ടാങ്കൊക്കെ എപ്പോഴും ക്ലീൻ ആക്കി വെക്കുക. ദേ ഷുഡ് ബി ഡ്രൈഡ് എവറി വീക്ക്. എല്ലാ ആഴ്ചയിലും അതൊന്ന് ഡ്രൈ ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കുക, എന്നിട്ട് വെള്ളം നിറയ്ക്കുക. പുട്ട് ഫിഷ് ഇൻ ദ പോണ്ട് സോ ദാറ്റ് ദേ ഈറ്റ് മോസ്കിറ്റോ ലാർവേ. ഇപ്പോൾ കുളങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഫിഷിനെ വളർത്തുക. അപ്പോൾ ഫിഷ് എന്ത് ചെയ്യും, ഈ ലാർവകളൊക്കെ ഭക്ഷിച്ചോളും. യൂസ് മോസ്കിറ്റോ നെറ്റ്സ് ടു പ്രൊട്ടക്റ്റ് യുവർ സെൽഫ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, നെറ്റൊക്കെ ഉപയോഗിക്കുക. രാത്രിയൊക്കെ കിടക്കുമ്പോഴൊക്കെ നെറ്റ് ഉപയോഗിക്കുക. സ്പ്രേ കെറോസിൻ ഇഫ് വാട്ടർ ഹാസ് കളക്റ്റഡ് അറ്റ് സം പ്ലേസ്. എവിടെയെങ്കിലും വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുക, മണ്ണെണ്ണ ഒഴിക്കുക. അപ്പോൾ ആ ലാർവയൊക്കെ ചാവും. ഓക്കെ. If water collected in a pot for some days, then we can see some red-like grey things swimming in that water. It is the eggs of mosquitoes. They are called larvae. നമ്മുടെ വീട്ടിലെ ചുറ്റുവട്ടത്ത് പാത്രങ്ങളോ കളിപ്പാട്ടങ്ങളോ കിടക്കുന്നുണ്ടെങ്കിൽ അതിൽ വെള്ളം കെട്ടിക്കിടക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ 2-3 ദിവസം അങ്ങനെ കെട്ടിക്കിടന്നാൽ അതിൽ റെഡ് ലൈക്ക് ഒരു നൂല് പോലെ ഒരു ഗ്രേ കളറിൽ എന്തോ ഒന്ന് നീന്തി കളിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പം അതാണ് എന്ത്, കൊതുകുകളുടെ ലാർവ. ഈ ലാർവ രൂപാന്തരം പ്രാപിച്ചാണ് എന്തായി മാറുന്നത്, കൊതുകായി മാറുന്നത്. ഓക്കെ. സോ ഇറ്റ് ഈസ് മസ്റ്റ് ടു ക്ലീൻ ദ വാട്ടർ ടാങ്ക്. മസ്റ്റ് ക്ലീൻ ആൻഡ് ഡ്രൈഡ് ദ പോട്ട് ആൻഡ് കെപ്റ്റ് ഇറ്റ് അപ്സൈഡ് ഡൗൺ സോ ദാറ്റ് നോ വാട്ടർ വുഡ് കളക്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് പാത്രമാണെങ്കിലും ഒക്കെ എന്ത് ചെയ്യണം, കമിഴ്ത്തി വെക്കണം, എങ്കിൽ അതിൽ വെള്ളം കളക്ട് ചെയ്യില്ല. ഓക്കെ. ഫ്ലൈസ് ആൾസോ സ്പ്രെഡ് diseases, especially the stomach problems. Flies also spread diseases, especially stomach problems. Let us make a survey about which are the places that lead to the spreading of mosquitoes. This is the report of group 1. We found something green around the taps near our school, which is called algae. Due to algae, it had also become slippery there. The algae spreads a lot during the rainy season. We think that they are some kind of small plants that grow in water. For group 1 കണ്ടെത്തിയതാണ്. അവർ ടാപ്പിൻ്റെ അടുത്ത് ഒരു പച്ച കളറിൽ എന്തോ കണ്ടു. അത് നല്ല സ്ലിപ്പറിയാണ്. അപ്പം അതെന്താണ്, ആൽഗെ. അതാണ് ആൽഗെ. അവർ വിചാരിച്ചു ഇത് സ്മാൾ പ്ലാന്റ്സ് ദാറ്റ് ഗ്രോ ഇൻ വാട്ടർ, വെള്ളത്തിൽ വളരുന്ന ചെറിയ ചെടികളാണെന്നാണ് അവർ കരുതിയത്. ആൻഡ് ദിസ് ഈസ് ദ റിപ്പോർട്ട് ഓഫ് ഗ്രൂപ്പ് 2. ദർ ഈസ് എ പോണ്ട് നിയർ ദ സ്കൂൾ. At first, you cannot see water in the pond as it is completely covered with plants. One auntie told us that these plants have grown themselves in water. Around the pond, there are pits full of water. We also saw some larvae in the water. As we moved around, lots of mosquitoes flew from the plants growing around. Jaskirat feels that there are so many mosquitoes in her house because of his dirty pond nearby. ജസ്കിരറ്റിൻ്റെ വീടിൻ്റെ അടുത്താണ് ഈ പോണ്ട്. ആ പോണ്ടിൽ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്. അത് വൃത്തിയാക്കാത്ത കാരണം, ക്ലീൻ ആക്കാത്ത കാരണം നിറയെ ചെടികളൊക്കെ വളർന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അവിടെ ചെന്നപ്പോൾ തന്നെ കുറേ ലാർവേനെ അവർക്ക് കാണാൻ സാധിച്ചു. അതിൽ നിന്ന് കുറേ കൊതുകുകൾ പറന്നു പോകുന്നത് അവർ കണ്ടു. അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെയാണ് കൊതുക് വളരുന്നതിന് കാരണമാകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതൊക്കെ ക്ലീൻ ആക്കണം, ഒഴിവാക്കണം. ഇതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്ത് എപ്പോഴും വൃത്തിയായി ഇരുന്നാലേ ഉള്ളൂ കൊതുകുകൾ വളരുന്നത് തടയാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ. നെക്സ്റ്റ്, എ സയന്റിസ്റ്റ് peers into a mosquito's stomach. Ronald Ross, he found that the female mosquitoes spread the disease malaria. Ronald Ross, he conducted so many experiments with mosquitoes. So at last he found that a type of female mosquitoes spread the malaria. And then he got the prize. He spent months with mosquitoes and microscope. At last he found that malaria spreads only the female mosquitoes, a type of female mosquitoes. And in December 1902, Ronald Ross got the highest award for the discovery. For this discovery, he got the highest award for medicine, the Nobel Prize. In 1905, even as he lay dying, Ross' last words were, I will find something new. റൊണാൾഡ് റോസിന്റെ പ്രവർത്തന ഫലമായി അദ്ദേഹത്തിന് കണ്ടുപിടിക്കാൻ സാധിച്ചു മലേറിയ പരത്തുന്നത് അനോഫിലസ് എന്ന പെൺകൊതുകുകളാണ് എന്ന് അദ്ദേഹം കണ്ടെത്തി. He
കണ്ടെത്തലിന് ഏറ്റവും വലിയ അവാർഡായ നോബൽ പ്രൈസ് അദ്ദേഹത്തിന് കിട്ടി. ഓക്കെ, സോ ലെറ്റ് us wind up our class and I give a work. You should make a poster about to keep our areas clean. Cooler, tank, drains and our area clean. Okay, you should make a poster about to keep our cooler, tank, drains and area clean. Okay, thank you.